ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഓർഡർ ഉണ്ടാവുന്ന ഒരു ദിവസത്തെ എൻ്റെ വർക്കും കാര്യവും അത് ഞാൻ എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നതും എങ്ങനെയാണ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നതും എന്നൊക്കെയാണ്. പിന്നെ നിങ്ങൾ ഒരുപാട് ആൾ കമൻറ്റിലൂടെ ചോദിച്ച ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഇപ്പോൾ വെക്കേഷൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിത് ചിക്കനെല്ലാം ചേർത്തിട്ടുള്ള ഒരു ഓംലേറ്റും ബ്രെഡും ആണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പണിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതാ ഞാൻ ആദ്യം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിവിടെ 3-4 ഐറ്റംസാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഇതാ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി വെച്ച് മുട്ട നമ്മൾ തേങ്ങാമുറി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം മുട്ടയൊക്കെ പുഴുങ്ങി വെച്ച് ഒരു പാത്രത്തിൽ മുട്ടയും വെച്ച് പിന്നെ നമ്മൾ ഇനി ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം എടുക്കണമല്ലോ. അപ്പോൾ അത് വേവിച്ചെടുക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഞാൻ അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ആവിയിൽ വേവിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 3 വിസിലടിച്ചാൽ തന്നെ മതിയാവും. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേവുന്ന ഈ ഒരു സമയത്ത് നമുക്ക് മസാലയൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കനും ബീഫും മസാല ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ്റെ മസാല ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒരെണ്ണം നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. രണ്ടും കൂടി ഒന്നിച്ചാകുമ്പോൾ നല്ല ടൈം എടുക്കും. അപ്പോൾ ചിക്കൻ്റെ മസാല ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കേണ്ടത് കൂടുതൽ ടൈം എടുത്തിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ആ ഒരു സ്നാക്കായിരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കൽമാസാണ് ഉണ്ടാക്കുന്നത്. അതിന് കുറച്ച് ടൈം എടുക്കുമല്ലോ, ആവിയിൽ വേവിച്ചിട്ട് പിന്നെ പൊരിച്ചെടുക്കുക, അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മിക്സാക്കി വെച്ച് അരിയെല്ലാം നന്നായിട്ട് അരിപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സാക്കി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിക്കുന്ന ഏതെങ്കിലും ഒരു റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതിയേ. അപ്പോൾ മാവെല്ലാം കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ബോൾസാക്കി വെക്കാം. നമ്മൾക്ക് എത്ര പീസ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ബോൾസാക്കി മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വലിയ സൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു കണക്കിനുള്ള ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാന്ന്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയ ശേഷമാണ് നമ്മൾ അത് ഷേപ്പാക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ വിധത്തിലായിരിക്കും. ഇവിടെ നല്ല വലിയ സൈസുള്ളത് തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് എങ്ങനത്തെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ കൊടുക്കണം. എല്ലാ നാട്ടിലും ഈ ഒരു രീതിയിലായിരിക്കില്ല. അപ്പോൾ ഇതുപോലെ ഉരുളകളാക്കിയ ശേഷം കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കാം. നമുക്കിത് പ്രസ്സിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ ഉണ്ടല്ലോ, പ്രസ്സിൽ വെക്കുമ്പോൾ വലിയ സൈസായി പോകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് മസാലയും അതിൽ കൂടുതലിടണം. ഈ ഒരു കൽമാസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ മാവായിരിക്കും കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആ മാവിൽ നല്ല പാകത്തിനുള്ള ഉപ്പ് വേണം കേട്ടോ. ഉപ്പ് കുറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ ഉപ്പ് പാകത്തിന് വേണം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് മസാല ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുക. നമ്മൾ ഉന്നക്കായൻ്റെ ഷേപ്പെല്ലാം ആക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെ 2 സൈഡും നല്ല ഷാർപ്പാക്കിയിട്ട് നടുഭാഗത്ത് പൊന്തി എന്നിട്ട് ഒരു ഉരുണ്ട ഷേപ്പ് പോലെ അങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. ഞാനിവിടെ അലൂമിനിയം ഫോയിലാണ് എടുത്തത്. അപ്പോൾ വാഴയിലൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മൾക്കിവിടെ ആ വാഴയില കിട്ടാനില്ല. അപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിലേക്ക് വെച്ച് മുകളിൽ ഒന്ന് വേറൊരു ഫോയിലും കൂടെ വെച്ച് ഇതിലേക്കും വെക്കുകയാണ്. ഇത് മുകളിൽ വെച്ചാലൊന്നും ഒട്ടിപ്പിടിക്കില്ല. എന്നാലും നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അത് കറക്റ്റ് നല്ലൊരു ഷേപ്പിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാമെന്ന്. ആ ഒരു ടൈമിൽ നമ്മൾക്ക് അടുത്ത റെസിപ്പി നോക്കാം. ഇനി അടുത്തത് ബീഫ് മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കീമയാണ് എടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അരിപ്പയിലിട്ട് ഊറ്റിയെടുക്കണം. അതിൽ നല്ലോണം വെള്ളം നിൽക്കും. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ എല്ലാം പോയതിന് ശേഷമാണ് നമ്മളിത് വേവിക്കേണ്ടത്.
അപ്പോൾ പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു കീമ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബീഫ് കീമ. എന്നിട്ട് അതിലോട്ട് ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ആ വേവിക്കുന്ന സമയത്ത് ഇതിലോട്ട് ഇതാ കുറച്ചൊന്ന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായി മിക്സാക്കിയ ശേഷം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇതിന് ഒരുപാട് ടൈം എടുക്കില്ല. കീമ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. നിങ്ങളിപ്പോൾ വലിയ പീസായിട്ടുള്ള ബീഫാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ മുളകും മഞ്ഞളും ഉപ്പും ഇട്ട് ഒന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അത് വെന്തതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ ഇതിൽ കീമയിലുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ നല്ലോണം വെള്ളം ഉണ്ടാകും. ആ ഒരു വെള്ളമൊക്കെ വറ്റി വരണം. അപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ വേവ് കറക്റ്റ് ആവുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഈ ഒരു കീമ നന്നായിട്ട് വേവിച്ചെടുക്കണം. ആ ഒരു വെന്തതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം വറ്റിയ ശേഷമാണ് ഇതിലേക്ക് സവാളയും മറ്റ് സാധനങ്ങളെല്ലാം ചേർക്കുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായി ഇളക്കിയിട്ട് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ബീഫെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അത്ര വരെ നമ്മളിത് വേവിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ പാകത്തിൻ്റെ വേവ്. ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാ സാധനവും ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ജീരകപ്പൊടിയാണ് ചേർത്തത്. ജീരകപ്പൊടിയായാലും മുഴുവനുള്ളതായാലും നമുക്കിത് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ഇതാ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ പൊടികളായിട്ട് ഇതാ മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തു. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം ഗരം മസാല ഗരം മസാല, ബീഫ് മസാല അങ്ങനെ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മസാലയൊക്കെ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായി മിക്സാക്കിയ ശേഷം നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഇതിലോട്ട് മല്ലിയിലയാണ് ചേർത്തത്. മല്ലിയില ഇടുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും. മല്ലിയില കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ മല്ലിയിലയും ചേർത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് മല്ലിയില ചേർത്തത്. മല്ലിയില ഇട്ടതിന് ശേഷം ഞാനിത് ചൂടാക്കിയിട്ടില്ല. അപ്പോൾ ഇത് തേങ്ങമുറിയുടെ മസാലയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങെല്ലാം വേവിച്ച് ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് തന്നെയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതാ കുറച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക വേണ്ടത്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് റോളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാറ്ററെല്ലാം റെഡിയാക്കി മൈദ ഒക്കെ മിക്സാക്കി റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ദോശയൊക്കെ ചൂടാണ്. അപ്പോൾ ഇത് നല്ല ചൂടായ പാനിലേക്ക് ഇട്ട് നന്നായിട്ട് നമ്മുടെ സാധാ ദോശ ഇടുന്ന ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ തന്നെ ഞാനിതാ റോളിനുള്ള മസാലയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ കൽമാസിനെടുത്ത ആ ഒരു മസാല ഉണ്ടാവുമല്ലോ, അതിൻ്റെ ചെറിയൊരു വ്യത്യാസത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. സെയിം മസാല അല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് എല്ലാ വീഡിയോയും നമ്മൾക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി ആവശ്യമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇത് 2 സൈഡും ഇതുപോലെ മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് റോൾ ചെയ്യാം. റോൾ ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ആ സൈഡ് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ നല്ല രീതിയിൽ നമുക്കത് പൊരിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ആ ഒരു സൈഡ് ഇളകിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ആ ഒരു സൈഡ് ഒട്ടിച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടത്. ഞാനിവിടെ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങാമുറിയും റോളും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ബ്രെഡിനോട് ഒന്ന് കവർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിതെല്ലാം റെഡിയാക്കിയ ശേഷം ലാസ്റ്റ് ഒന്നിച്ച് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്നിച്ച് ആ ഒരു ചൂട് തന്നെ എല്ലാത്തിലും ഇതാക്കും. അല്ലെങ്കിൽ ഓഫാക്കി ഓണാക്കി അതിൻ്റെ ടൈം ഒരുപാട് വേസ്റ്റാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ടൈമൊന്നും ലാഭമാവും കേട്ടോ. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്യുന്ന ആദ്യം ഞാൻ ഇവിടെ തേങ്ങാമുറിയാണ് ഇടുന്നത്. തേങ്ങാമുറിക്ക് കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ വേണമല്ലോ. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓയിൽ എത്രയാണെന്ന് വെച്ചാൽ വെച്ചിട്ട് അത് ആക്കാം. പിന്നെ തേങ്ങാമുറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല ചൂടായ ഓയിലിലോട്ടാണ് ഇടേണ്ടത്. അല്ലെങ്കിൽ അത് സൈഡെല്ലാം പൊട്ടിയിട്ട് ആകെ നാശമായിപ്പോവും.
അപ്പോൾ ഇത് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താലും കൂടി നല്ലതാണ് കേട്ടോ. അവർ ചൂടായ ഓയിൽ ഇതുപോലെ ആദ്യം ഒന്ന് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് അവർ ചൂട് എത്തിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ തേങ്ങ മുറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് പൊരിക്കുന്നത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡിനും നല്ലോണം ഓയിൽ വേണം. അപ്പോൾ നല്ല ചൂടായ ഓയിലിലോട്ട് തന്നെ നമ്മൾ ഇത് വിട്ട് 2 ഭാഗവും നല്ല ഗോൾഡൻ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റോളാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോന്ന് എടുത്ത് ഇതുപോലെ വെക്കാം. അപ്പോൾ നമ്മൾ കൽമാസ് ഇതാ ഇവിടെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ചൂടാറിയതിന് ശേഷം നമ്മൾക്കിത് സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഈ കൽമാസ് നമ്മൾ ഡീപ്പ് ഓയിലല്ല കേട്ടോ ഫ്രൈ ചെയ്യുന്നത്, കുറച്ച് ഓയിൽ മതി നമ്മൾക്കിതിലേക്ക്. അപ്പോൾ നമ്മൾക്കിതിലേക്ക് മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് തന്നെ ആയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് എല്ലാം ഒരുമിച്ച് ഇട്ട് മസാലയൊക്കെ പുരട്ടി വെക്കാന്ന്. അപ്പോൾ ഇതിൽ മുളകും മഞ്ഞളും നമ്മൾ മീനൊക്കെ പൊരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ആണ് പൊരിക്കുന്നത്. എല്ലാം ഇട്ട് കുറച്ച് സമയം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ കൽമാസ് പൊരിക്കാൻ നമുക്ക് ഇത്ര ഓയിൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് പോക്കറ്റും കൂടി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആണ്, അത് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അധികങ്ങളുടെ സംശയമാണ് ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത്. അപ്പോൾ പ്രൈസിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്ത രീതിയിലായിരിക്കും പ്രൈസ് വരുന്നത്. നമ്മൾ ഇതിൽ എടുക്കുന്ന ഓരോ സാധനത്തിൻ്റെയും കോസ്റ്റ് നോക്കണം. അതായത് നമ്മളിപ്പോൾ 1 കിലോക്ക് എത്ര വരുന്നത് എന്നുള്ളത് നമ്മൾ ഓരോന്നിൻ്റെയും കണക്ക് എഴുതി വെച്ചിട്ട് തന്നെ ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മളിതാ ഈ ഒരു റോള് തന്നെ നോക്കാം. അപ്പോൾ ചിക്കൻ റോളിലേക്ക് എന്തൊക്കെ സാധനമാണ് നമ്മളെടുത്തത്? ചിക്കൻ എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ എല്ലാ സാധനത്തിൻ്റെയും നമ്മൾ എത്ര എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ ഒരു കോസ്റ്റ് എഴുതി വെച്ച് നമുക്ക് ആ ഒരു സാധനത്തെ എത്രയാണ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ അവിടെ എഴുതി വെക്കാം. പിന്നെ നമ്മൾ എത്ര മണിക്കൂറാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം വേസ്റ്റ് ആക്കുന്നത്, അപ്പോൾ അതും അതിലേക്ക് ഉൾപ്പെടുത്തും. പിന്നെ നമ്മൾ ഗ്യാസ്, പിന്നെ ഇലക്ട്രിസിറ്റി അതും കൂടി ഉൾപ്പെടുത്തും. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒരു സാധനത്തിന് എത്ര കോസ്റ്റ് വരുന്നുള്ളത് നോക്കണം. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ പ്രൈസ് ഇടുന്നത്. അപ്പോൾ ഓരോ നാട്ടിലും വ്യത്യസ്ത രീതിയിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്നതും ഞാൻ ഉണ്ടാക്കുന്നതും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോസ്റ്റ്ലിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയവും മാറിയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ നിങ്ങൾ ഈ സെയിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, റെസിപ്പി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.